KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CITU ജനറൽ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ഹണി ബാലചന്ദ്രൻ നയിക്കുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് കണ്ണൂർ KSRTC കോംപ്ലക്സിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ജില്ലാ കേന്ദ്രങ്ങളിലെ പ്രതിഷേധ കൂട്ടായ്മയ്ക്കും മുന്നോടിയായാണ് സമരപ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. ജാഥ കാസർഗോഡ് നിന്നും പുറപ്പെട്ട് ജനുവരി 31-ന് തിരുവനന്തപുരം സെൻട്രലിൽ സമാപിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ KSRTC മാനേജ്മെന്റിന് കഴിയുന്നില്ല. ശമ്പളവും പെൻഷനും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യത്തക്ക വിധത്തിൽ ഇടപെടൽ നടത്താൻ സർക്കാർ തയ്യാറായിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ KSRTC മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനങ്ങൾ KSRTCയെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി സംഘടന ആവശ്യപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 4-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ യോഗങ്ങളും നടക്കും. ഇതിന് മുന്നോടിയായിട്ടുള്ളതാണ് ഈ സമരപ്രചരണ ജാഥ. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, NDR NPS കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർക്കുക, DA പ്രമോഷൻ സ്ഥലമാറ്റം ഉൾപ്പെടെ തടഞ്ഞുവെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സർക്കാർ സഹായം കൂടി ചേരുമ്പോൾ 12 കോടി രൂപയായി. ദിവസം KSRTCയുടെ വരുമാനം 12 കോടി സർക്കാർ സഹായം കൂടി ചേർത്ത്. എന്നിട്ട് ഇപ്പോ ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം ചർച്ച ചെയ്യണ്ടേ? ഉത്തരവാദി കേരള ഗവൺമെന്റ് ആണോ? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ അതിന് ഉത്തരവാദി? ഇതിലെ തൊഴിലാളികളാണോ ഉത്തരവാദി? KSRTC എംപ്ലോയീസ് അസോസിയേഷനാണോ ഉത്തരവാദി? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഇത്രയേറെ സഹായം ഉണ്ടായിട്ടും KSRTC എന്ത് തൊഴിലാളികൾ ഇപ്പോഴും ശമ്പളത്തിനായി 10-15 ദിവസം കാത്തിരിക്കേണ്ടി വരുന്നു? ഉത്തരവാദിയാണ്. നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, 2016 അധികാരത്തിൽ വരുമ്പോ 1 ലിറ്റർ ഡീസലിന്റെ വില 64 രൂപയാണ്. അന്ന് നമ്മൾ പരിഷ്കരണം ആരംഭിക്കുമ്പോൾ ഇന്ന് 24-ലേക്ക് എത്തി നിൽക്കുമ്പോൾ 1 ലിറ്റർ ഡീസലിന്റെ വില 98 രൂപ. E. രാജീവൻ സ്വാഗതം പറഞ്ഞു. PJ ജെയ്മോൻ അധ്യക്ഷത വഹിച്ചു. സുജിത് സോമൻ, PA ജോജോ, VK മനോജ്, ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു.